ഒരു വല്ലാത്ത ദിവസമായിരുന്നു അന്ന്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ കടന്നുവന്ന പ്രശ്നങ്ങൾ. വാൾട്ടർ നിരപരാധിയാണെന്ന് തുടക്കത്തിലെ പോലീസുകാർക്ക് മനസ്സിലായിരുന്നു. എങ്കിലും അവർക്കവരുടെ ജോലി ചെയ്തേ മതിയാകൂ. അതിനായി മനസ്സുമടുപ്പിക്കുന്ന അനേകം ചോദ്യങ്ങളുമായി പോലീസുകാരും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഏജൻസി ഉദ്യോഗസ്ഥരും അയാളെ പലവട്ടം തേജോവധം ചെയ്തു. പാവം സ്റ്റെല്ല. ആ കുട്ടിയെയും അവർ വെറുതെ വിട്ടില്ല. സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നതിലും സങ്കടകരമായ വേറെ എന്തുണ്ട്? ഒടുവിൽ പറ്റിപ്പോയ അബദ്ധത്തിന് പലവട്ടം മാപ്പ് ചോദിച്ച് അന്ന് ഉച്ചയോടുകൂടി അവരെ രണ്ടുപേരെയും പോലീസുകാർ വീട്ടിലെത്തിച്ചു. പക്ഷേ ഏതാനും മണിക്കൂറുകൾ ആ അപ്പനും മകൾക്കുമുണ്ടാക്കിയ മാനസിക വ്യഥ ആർക്കും ചിന്തിക്കാനാവുന്നതിന് അപ്പുറമായിരുന്നു. വാൾട്ടറുടെ ഉള്ളിൽ പ്രതികാരം നുരച്ചുപൊന്തി. ആ പ്രൊഫസറെ ഇല്ലാതാക്കാൻ തന്നെയായിരുന്നു അയാളുടെ തീരുമാനം. പക്ഷേ അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ അയാൾ മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ തൽക്കാലം ക്ഷമയോടെ കാത്തിരിക്കാം എന്നയാൾ തീരുമാനിച്ചു. ധൃതിയിൽ എന്തെങ്കിലും ചെയ്താൽ സ്റ്റെല്ലയുടെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്കറിയാം. പക്ഷേ പ്രൊഫസർ സ്റ്റീവ് ലർക്കിൻ എന്ന മനുഷ്യനെ തന്റെ ആജന്മ ശത്രുവായി വാൾട്ടർ മുദ്ര കുത്തിക്കഴിഞ്ഞു. വീട്ടിലെത്തിയ സ്റ്റെല്ല നേരെ മുറിയിലേക്ക് ചെന്ന് ബെഡിലേക്ക് വീണു. രാവിലെ മുതൽ അടക്കി നിർത്തിയ കരച്ചിലായിരുന്നു. അവളുടെ ഹൃദയം തകർന്നു പോയ അനുഭവങ്ങളാണ് അന്നുണ്ടായതെല്ലാം. താൻ കാരണം പപ്പ. അതാലോചിച്ചപ്പോഴാണ് അവൾക്കേറെ സങ്കടം. ഒടുവിൽ വാൾട്ടർ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റത്. എല്ലാം നല്ലതിനാ കുട്ടി. അയാൾ അവളുടെ നെറുകയിൽ തലോടി. ഒരുപക്ഷെ നമ്മൾ തമ്മിൽ ഒന്ന് അടുക്കാനും സംസാരിക്കാനുമെല്ലാം ഈ സംഭവം കാരണമായില്ലേ? ഇനി അങ്ങോട്ട് എന്റെ മോൾ സങ്കടങ്ങളൊക്കെ പറയാനായി പുറത്താരെയും അന്വേഷിച്ചു പോകേണ്ട. പപ്പയുണ്ടാകും എപ്പോഴും. ഓക്കെ? ഞാൻ കാരണം പപ്പയ്ക്ക് വല്ലാത്ത നാണക്കേടായി അല്ലേ? ഒന്നുമില്ല, ഒക്കെ നല്ലതിനാണെന്ന് കരുതിയാൽ മതി. അയാൾ ഒന്ന് നിർത്തി കുറച്ചു നേരം ആലോചിച്ചിരുന്നു. മോൾ ഇന്നലെ പറഞ്ഞില്ലേ നമ്മളിതുവരെ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോലും പോയിട്ടില്ലെന്ന്? ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കൊരു വെക്കേഷൻ എടുത്താലോ? ഒരു 2 ആഴ്ച. റിയലി? അവളുടെ കണ്ണുകൾ വിടർന്നു. എവിടെ പോകാനാ മോൾക്കിഷ്ടം? ഏത് നരകത്തിലേക്കായാലും വേണ്ടില്ല പപ്പ, എനിക്കൊരു ബ്രേക്ക് വേണം, അത്രയേ ഉള്ളൂ. അവൾക്ക് സന്തോഷം സഹിക്കാനാവുന്നില്ല. ഓക്കെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, മോൾ കിടന്നോളൂ. വാൾട്ടർ താഴെ ഇറങ്ങി തന്റെ ട്രക്കിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. വെറുതെ ഇരിക്കുമ്പോൾ അതാണ് അയാളുടെ ഹോബി. ഉച്ച കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കോൾ വന്നു. ഒരു മെയിൻ്റനൻസ് ജോലി, അടുത്ത ടൗണിൽ നിന്നാണ്. അയാൾക്ക് മാനസികമായി യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്യാവശ്യക്കാരനാണ്. പോകാതിരുന്നാൽ ചിലപ്പോൾ ഒരു സ്ഥിരം ക്ലയന്റിനെ നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി അയാൾ യാത്രയായി. വാൾട്ടർ പോയി ഏതാണ്ട് അരമണിക്കൂറായി കാണും. കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന സ്റ്റെല്ല നടുങ്ങിപ്പോയി. മിസ്റ്റർ ലർക്കിൻ. അവളുടെ ചുണ്ടുകൾ വിറച്ചു. സാറെന്താ ഇവിടെ? ഞാൻ അകത്തേക്ക് വരട്ടെ സ്റ്റെല്ല? പുഞ്ചിരിയോടെയായിരുന്നു അയാളുടെ ചോദ്യം. എന്റെ പപ്പ ഏത് നിമിഷവും വരും. താങ്കളെ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാകും. പപ്പ ഇപ്പോഴൊന്നും വരില്ല. ഞാൻ അയാളെ കുറെ ദൂരത്തേക്കാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. പ്രൊഫസറുടെ ചിരിയിൽ ഒരു പൈശാചികത വന്ന പോലെ അയാൾ അവളെ പതിയെ പുറകോട്ട് തള്ളി വീടിനുള്ളിലേക്ക് കയറി. സ്റ്റെല്ല ഒറ്റയ്ക്കാണോ വീട്ടിൽ? അല്ല, അവൾ വിക്കി. അമ്മയുണ്ട് മുറിയിൽ, ഉറക്കമായിരിക്കും. വെരി ഗുഡ്. നമുക്കല്പം സ്വകാര്യമായി സംസാരിക്കണം. നമുക്ക് നിന്റെ മുറിയിലേക്ക് പോയാലോ? പ്രൊഫസർ. സ്റ്റെല്ലയുടെ സ്വരത്തിൽ പെട്ടെന്ന് വല്ലാത്തൊരു ഗൗരവം കടന്നു വന്നു. താങ്കളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം പ്ലീസ്. എനിക്ക് ഒറ്റയ്ക്ക് താങ്കളോട് ഒന്നും പറയാനില്ല. സ്റ്റെല്ല. പ്രൊഫസറുടെ സ്വരവും മാറി. എന്നെ കൊതിപ്പിച്ച് കടന്നു കളയാനാണ് പ്ലാനെങ്കിൽ നീ ഓർത്തോ, നിന്റെ ഫ്യൂച്ചർ എൻ്റെ കയ്യിലാണ്. ഇനി നീ ആ കോളേജിൽ പഠിക്കണമെങ്കിൽ അവിടെയൊന്നല്ല ഏത് കോളേജിൽ പഠിക്കണമെങ്കിലും ഞാൻ വിചാരിക്കണം, അറിയാമല്ലോ. അവൾ ആകെ പകച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. നീയല്ലേ പറഞ്ഞത് നിന്റെ അപ്പനെ കൊണ്ട് വല്ലാത്ത ശല്യമാണെന്ന്? അതുകൊണ്ടല്ലേ നീ എന്നെ കാണാൻ ആ കോഫി ഷോപ്പിൽ വന്നത്? എന്നിട്ട് ഞാനൊരു നല്ല അവസരം ഉണ്ടാക്കി തന്നപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാതെ വന്നു നിൽക്കുന്നു. നീ ഇന്ന് ആ പോലീസുകാരനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നേക്കുമായി നിന്റെ അപ്പന്റെ ശല്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ നീ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. ഞെട്ടിപ്പോയി അവൾ. സാർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനും എൻ്റെ പപ്പയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ശരിയാണ്. എന്നുവെച്ച് അദ്ദേഹത്തെ ഒഴിവാക്കി കളയാനൊന്നും എനിക്ക് പ്ലാനില്ലായിരുന്നു. സാർ എന്തൊക്കെയായി ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിവേ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ചിലതൊക്കെ ഉദ്ദേശിച്ചാണ് നിന്നെ ഇന്നലെ വിളിച്ചു വരുത്തിയത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല.
എനിക്ക് നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണണം നാളെ തന്നെ. അല്ലെങ്കിൽ ട്രസ്റ്റ് മീ സ്റ്റെല്ല, നീ ഇനി ആ കോളേജിൽ പഠിക്കില്ല. നാളെ സൺഡേ, നീ പള്ളി പോകാറുണ്ടോ? അവൾ തലയാട്ടി. ഓക്കെ, പപ്പ കൂടെ ഉണ്ടാകുമോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകാറ്. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലത്തെ സർവീസ് കഴിഞ്ഞ് 11 മണിയോടുകൂടി പള്ളിയുടെ മുൻപിൽ കാത്തു നിൽക്കാം. മനസ്സിലായോ? അവൾ ഒന്നും മിണ്ടിയില്ല. നീ വന്നില്ലെങ്കിൽ നിന്റെ കോളേജ്, ഭാവി ഒക്കെ തീർന്നെന്ന് കരുതിയാൽ മതി. അപ്പോൾ തൊട്ടടുത്ത മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. വീൽചെയറിന്റെ ഞെരുക്കം. അമ്മ പതിയെ പുറത്തേക്കിറങ്ങി വന്നു. ഹേ മിസ്സിസ് ലെവൻ. പ്രൊഫസർ മുന്നോട്ട് ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ചു കുലുക്കി. ഞാൻ കരുതി നിങ്ങൾ ഉറക്കമാണെന്ന്. ഞാൻ സ്റ്റീവ്, സ്റ്റെല്ലയുടെ പ്രൊഫസറാണ്. എനിക്ക് മനസ്സിലായി. വളരെ ഗൗരവത്തിലായിരുന്നു അമ്മയുടെ മറുപടി. ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്റ്റെല്ലയെ കണ്ടില്ല, അതാ അന്വേഷിച്ചു വന്നത്. അയാൾ ചിരിച്ചു. ഭയങ്കര ഉത്തരവാദിത്തമാണല്ലോ. അവരുടെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരുന്നു. സ്റ്റുഡൻസിനെയൊക്കെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുപോകുന്നു. അങ്ങനെയല്ല മിസ്സിസ് ലെവൻ. പ്രൊഫസർക്ക് പന്തികേട് തോന്നി. ഇനി ഇവരെങ്ങാൻ താൻ സ്റ്റെല്ലയോട് സംസാരിച്ചത് കേട്ട് കാണുമോ? സ്റ്റെല്ല ഒരു മിടുക്കി കുട്ടിയല്ലേ. ഇന്നുവരെ അങ്ങനെ ആബ്സെന്റായി കണ്ടിട്ടില്ല. അതുകൊണ്ട് അന്വേഷിച്ചെന്ന് മാത്രം. അയാൾ മുഖത്തെ ചിരി മായ്ക്കാതെ തുടർന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രൊഫസറോട്? അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് മാർഗരറ്റിന്റെ ചോദ്യം. താങ്കളുടെ വിൽപത്രമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ? വാട്ട്? മനസ്സിലായില്ല. പ്രൊഫസർ ഒന്ന് പകച്ചു. അവർ ശബ്ദമുണ്ടാക്കാതെ ഒന്ന് ചിരിച്ചു. സ്റ്റെല്ല ആരാണെന്നോ അവളുടെ അച്ഛൻ ആരാണെന്നോ ഒന്നും തനിക്കറിയില്ല മിസ്റ്റർ. ഇനി ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം താൻ പെട്ടുകഴിഞ്ഞു. എന്റെ മോളെ കാമക്കണ്ണുകളുടെ നീ നോക്കിയ നിമിഷം നിന്റെ ആയുസിന്റെ കാര്യം തീരുമാനമായി. ഇനി ആ സമയം എപ്പോഴാണെന്ന് മാത്രം ഒന്നറിഞ്ഞാൽ മതി. വിഷമിക്കേണ്ട, അധികം വൈകില്ല. ഭീഷണിയാണോ? അയാൾ ക്രുദ്ധനായി അവർക്ക് നേരെ ചെന്നു. സാർ പ്ലീസ്. സ്റ്റെല്ല അയാൾക്ക് മുന്നിൽ കയറി നിന്നു. ഇവിടുന്ന് പോകൂ പ്ലീസ്. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. അവൾ കൈകൂപ്പി. അമ്മയുടെ മുഖത്ത് യാതൊരു കൂസലുമുണ്ടായിരുന്നില്ല. അയാൾ പിന്നെ നിന്നില്ല. പുറത്തേക്കിറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഒരിക്കൽ കൂടി സ്റ്റെല്ലയെ തിരിഞ്ഞു നോക്കി അയാൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. നാളെ കാണണമെന്ന്. അമ്മ എന്താ അദ്ദേഹത്തോട് പറഞ്ഞേ? സ്റ്റെല്ല അമ്മയുടെ പുറകെ ബെഡ്റൂമിലേക്ക് ചെന്നു. എന്റെ കുട്ടി, നീ വളരെ സൂക്ഷിക്കണം. ചുറ്റും ചെന്നായ്ക്കള. അമ്മേ പ്ലീസ്, പ്രൊഫസർ പറഞ്ഞതൊന്നും പപ്പയോട് പറയരുത്. വീണ്ടും പപ്പ അയാളുമായി വഴക്കിനു ചെല്ലും. വലിയ പ്രശ്നമുണ്ടാകും. അയാളെ ഇനി നമുക്ക് വേണ്ട മോളെ. അമ്മയുടെ സ്വരം ഉറച്ചതായിരുന്നു. ആ പ്രൊഫസറെ ഇനി ഈ ലോകത്തിനാവശ്യമില്ല. നിന്റെ പപ്പയേക്കാൾ പ്രായമുണ്ട് അയാൾക്ക്. എന്നിട്ടും അയാൾ നിന്നെ... അവർ പല്ലു ഞെരിച്ചു. മോൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നിനക്ക് ഒരപകടവും വരില്ല. തിരിച്ചു നടന്ന സ്റ്റെല്ലയുടെ ഉള്ളിൽ തീയായിരുന്നു. നാളെ രാവിലെ പള്ളിയുടെ മുൻപിൽ കാത്തു നിൽക്കാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം? അവൾ ഫോണെടുത്ത് മെറിനെ ഡയൽ ചെയ്തു. മണ്ടിപ്പെണ്ണെ. മെറിന് തമാശയായിരുന്നു. നീ എന്താ ഇതൊക്കെ ഇത്ര സീരിയസ് ആക്കി എടുക്കുന്നത്? നീ നാളെ അങ്ങേരുടെ കൂടെ ഒന്ന് ചെല്ല്. എന്താ സംഭവമെന്നറിയാമല്ലോ. ഇതൊക്കെ ഒരു ഫൺ മൂഡിലെടുക്കണം. അങ്ങേരെ പോലെ ഒരു പ്രൊഫസർ പോക്കറ്റിലുണ്ടെങ്കിൽ എന്തൊക്കെ പ്രയോജനമുണ്ടെന്നറിയാമോ? അവൾക്ക് ആദ്യമായി കൂട്ടുകാരിയോട് വെറുപ്പ് തോന്നി. അധികം വൈകാതെ തന്നെ വാൾട്ടർ മടങ്ങിയെത്തി. അയാൾ ദേഷ്യത്തിലായിരുന്നു. അന്വേഷിച്ചു പോയ ആ ക്ലയന്റിനെ അയാൾക്ക് കാണാനായില്ല. അങ്ങനെ ഒരു അഡ്രസ്സ് പോലും അയാൾക്ക് കണ്ടുപിടിക്കാനായില്ല. ആരോ തന്നെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രയോഗിച്ച തന്ത്രമായിരുന്നു അതെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. വീട്ടിനുള്ളിലേക്ക് കയറിയതും അയാൾ പ്രൊഫസറുടെ പെർഫ്യൂമിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞു. സ്റ്റെല്ല! ഒരു അലർച്ചയായിരുന്നു അയാൾ. ഓടി താഴെ ഇറങ്ങി വന്ന അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റി പപ്പ? അവനിവിടെ വന്നിരുന്നോ? അവൾക്ക് ശബ്ദം വെളിയിൽ വന്നില്ല. സത്യമായിട്ട് എന്താണുണ്ടായതെന്ന് പറയൂ. അവനെന്തിനാ വന്നത്? ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. താൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ പപ്പയോട് പറയും എന്നവൾക്കറിയാം. പപ്പ ദേഷ്യത്തിൽ ചെന്ന് മണ്ടത്തരമൊന്നും കാണിക്കരുത്, അവൾ പറഞ്ഞു തുടങ്ങി. അദ്ദേഹം എന്നെ ഒരിക്കൽ കൂടി കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാളെ ചർച്ചിൽ സർവീസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വരും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. വാൾട്ടർ പല്ലു ഞെരിച്ചു. ഞാൻ ചെന്നില്ലെങ്കിൽ എന്റെ കോളേജ് പഠനം അവസാനിപ്പിക്കുമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. നായിന്റെ മോൻ. വാൾട്ടർ കണ്ണുകളടച്ച് തന്റെ മൊട്ടത്തലയിലൂടെ വിരലോടിച്ചു. അയാളുടെ ശരീരം മുഴുവൻ ദേഷ്യത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോള് വയ്ക്കോ, നാളെ നീ പള്ളിയിൽ പോകണ്ട. പകരം ഞാൻ പോകാം. ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ലല്ലോ.
നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കാം. പപ്പ. സ്റ്റെല്ലയുടെ മുഖത്താകെ ഭീതിയായിരുന്നു. അപകടമൊന്നും കാണിക്കില്ലേ പപ്പ? ഒന്നുമില്ല സ്റ്റെല്ല, നീ മുകളിലേക്ക് പൊക്കോ. എനിക്ക് ബേസ്മെന്റിൽ കുറച്ച് പണിയുണ്ട്. അയാൾ തന്റെ ഷർട്ട് ഊരി സോഫയിലേക്ക് ഇട്ടുകൊണ്ട് ബേസ്മെന്റിനെ ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ, പിന്നെ മോളെ, പുറത്ത് ട്രക്കിൽ ഡാഷ്ബോർഡിൽ ഒരു എൻവലപ്പുണ്ട്, ഒന്നെടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഓക്കേ പപ്പ. അവൾ പുറത്തേക്കും വാൾട്ടർ ബേസ്മെന്റിലേക്ക് നടന്നു. സ്റ്റെല്ല ട്രക്ക് തുറന്നതും ആ കവറുകൾ കണ്ണിൽപ്പെട്ടു. ഏതോ ട്രാവൽ ഏജൻസിയിൽ നിന്നാണ്. അവൾക്ക് സന്തോഷമടക്കാനായില്ല. പപ്പ വെറുതെ പറഞ്ഞതല്ല, ശരിക്കും ഒരു ട്രിപ്പ് പോകുന്നു. അവൾ ആ ടിക്കറ്റുകളും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയതും മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെയാണ് തോന്നിയത്. അവൾ വേച്ച് വീഴാൻ പോയി. എവിടെ നിന്ന് എന്നറിഞ്ഞില്ല. അതിശക്തമായ ഒരു കാറ്റ്, ഭീകരമായൊരു ഹുങ്കാര ശബ്ദത്തോടെ അവളെ കടന്നുപോയ ആ ചുഴലിക്കാറ്റ് ട്രക്കിനെ മൊത്തം ഒന്ന് വിറപ്പിച്ചു. അപ്പോൾ തന്നെ ജനലിലൂടെ അവൾ അമ്മയുടെ മുഖം കണ്ടു. വേഗം അകത്തേക്ക് കയറി വരാൻ ആംഗ്യം കാണിക്കുകയാണ് അവർ. കാറ്റ് പെട്ടെന്ന് വട്ടം തിരിഞ്ഞ് വീടിന്റെ ഇടതുവശത്തോടുകൂടി പുറകോട്ടുപോയി. ഒരു മുഴക്കം മാത്രം അവശേഷിച്ചു. വീടിനു പുറകിലായി നിന്നിരുന്ന ഒരു കൂറ്റൻ റെഡ്വുഡ് മരം തുള്ളി വിറയ്ക്കുന്നത് കാണാമായിരുന്നു. സ്റ്റെല്ല ആകെ അമ്പരന്നുപോയി. അത്തരം ചുഴലിക്കാറ്റുകൾ ആ പ്രദേശത്ത് പതിവുള്ളതല്ല. അവൾ ഓടി വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. പുറത്ത് ആ കാറ്റിന് ശക്തി കൂടി വരുന്നത് മനസ്സിലാക്കാമായിരുന്നു. വീടിന് മുഴുവൻ ഒരു വിറയൽ പോലെ. അവൾ ഭയന്ന് പപ്പായെ വിളിക്കാനായി ബേസ്മെന്റിന്റെ വാതിലിലേക്കോടി. എന്നാൽ അവിടെ എത്തി അവൾ പിടിച്ചു കിട്ടിയ പോലെ നിന്നു. ആ വാതിലിന്റെ വിടവിലൂടെ ശക്തിയേറിയ ഒരു ചുവന്ന വെളിച്ചം പുറത്തേക്ക് പ്രവഹിക്കുന്നു. ബേസ്മെന്റിലേക്കുള്ള ആ ഇടനാഴി മുഴുവനും ഇപ്പോൾ രക്തവർണ്ണത്തിൽ തിളങ്ങുകയാണ്. അകത്തുനിന്നും അടക്കിപ്പിടിച്ച ചില സംസാരങ്ങളും കേൾക്കാം. പപ്പ മാത്രമല്ല, വേറെ ആരൊക്കെയോ ഉണ്ട് അതിനുള്ളിൽ. എന്തൊക്കെയോ വാഗ്വാദങ്ങൾ നടക്കുന്ന പോലെ. ഏതോ വിചിത്രമായ ഭാഷയിൽ. അവൾക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞറിയിക്കാനാവാത്ത വണ്ണം ഒരു ഭീതി അവളുടെ ഉള്ളിൽ നിറഞ്ഞു. സ്വയം അറിയാതെ അവൾ പുറകോട്ട് ചുവടുകൾ വെച്ചു. പെട്ടെന്നാണ് അവളുടെ തോളിൽ ആരോ കൈവച്ചത്. ഞെട്ടിത്തിരിഞ്ഞ അവൾ വീൽചെയറിൽ തട്ടി വീഴാൻ പോയി. സോറി കുട്ടി, ഞാൻ നിന്നെ പേടിപ്പിച്ചോ? അമ്മ അവളെ പിടിച്ചു നിർത്തി. എന്തായി നടക്കുന്നത്? അവളുടെ സ്വരം വിറച്ചു. പേടിക്കേണ്ട, മോൾ മുകളിൽ പോയി കണ്ണടച്ചു കിടന്നു. എല്ലാം പപ്പ നോക്കിക്കോളും. അവൾക്കൊന്നും മനസ്സിലായില്ല. അമ്മ ഇതെല്ലാം കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നിൽക്കുന്നതാണ് അവളെ അത്ഭുതപ്പെടുത്തിയത്. പെട്ടെന്ന് അകത്തെ ശബ്ദകോലാഹലങ്ങൾ നിലച്ചു. പുറത്തെ കാറ്റിനും ഒരൽപ്പം ശമനം വന്ന പോലെ. പിന്നെ നേർത്ത ശബ്ദത്തിൽ അകത്തുനിന്നും ഒരു ഗാനം കേൾക്കാൻ തുടങ്ങി. അവൾ കാതോർത്തു. വാൾട്ടറാണ് പാടുന്നത്, വളരെ മൃദുവായ സ്വരത്തിൽ. പക്ഷേ ആ ഭാഷ, അവൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു ഭാഷ. തൻ്റെ പപ്പ പാട്ട് പാടുന്നുവെന്നതാണ് അവളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. അതും വളരെ താളത്തിൽ, ശ്രുതിമധുരമായി. ഇന്നുവരെ അയാളൊരു മൂളിപ്പാട്ട് പോലും പാടുന്നത് അവൾ കേട്ടിട്ടില്ല. അവൾ താഴേക്കുള്ള ഒരു സ്റ്റെപ്പ് ഇറങ്ങി ആ വാതിലിൽ തട്ടാനാഞ്ഞു. അരുത്, അമ്മ അവളെ തടഞ്ഞു. ശല്യം ചെയ്യല്ലേ മോളെ, അവർക്ക് ദേഷ്യമാകും. ആർക്ക്? അവൾക്കൊന്നും മനസ്സിലായില്ല. മോൾ അറിയാതിരിക്കുന്നതാ നല്ലത്. പറയുന്നത് കേൾക്ക്. ഇതൊന്നും ശ്രദ്ധിക്കേണ്ട എൻ്റെ മോള്. വേഗം മുറിയിൽ ചെന്ന് മൂടി പുതച്ച് കിടന്നോളൂ. പപ്പ ഇപ്പോ വരും. എന്താണ് ഈ സംഭവമെന്നറിയാതെ ഞാൻ എങ്ങോട്ടുമില്ല. അവളുടെ സ്വരം ഉയർന്നു. അകത്തെ പാട്ട് നിന്നു. ആകെ നിശബ്ദത. പുറത്തെ കാറ്റും പൊടുന്നനെ നിലച്ചിരിക്കുന്നു. താഴെ നിന്നും വാൾട്ടർ സ്റ്റെപ്പുകൾ കയറി വരുന്ന ശബ്ദം കേട്ടു തുടങ്ങി. താമസിയാതെ ആ വാതിൽ തുറക്കപ്പെട്ടു. വിയർത്തൊലിച്ചു നിൽക്കുകയാണ് വാൾട്ടർ. എന്താ ഇവിടെ പ്രശ്നം? അയാൾ ശാന്തനായാണ് ചോദിച്ചത്. എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കിപ്പോ അറിയണം. കുറെ കാലമായി ഇത് തുടങ്ങിയിട്ട്. ഈ ബേസ്മെന്റിലെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയണം. സ്റ്റെല്ലയുടെ മുഖത്ത് ഭയവും ദേഷ്യവും ഇടകലർന്ന ഒരു ഭാവമായിരുന്നു. സ്റ്റെല്ല. അയാൾ പതിയെ അവൾക്കരികിലേക്ക് ചുവടുകൾ വെച്ചു. നീ ഇതറിയാതിരിക്കുകയാണ് എന്തുകൊണ്ട് നല്ലത്. നീയൊരു കൊച്ചു പെൺകുട്ടിയാണ്. ഇത് മനസ്സിലാക്കാനുള്ള പ്രായമോ പക്വതയോ നിനക്കായിട്ടില്ല. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്റെ അമ്മ പറയുന്നതനുസരിക്കൂ. മുകളിൽ ബെഡ്റൂമിൽ ചെന്നിരിക്കൂ. നോ, അവൾ രണ്ടും കൽപ്പിച്ചായിരുന്നു. ഓഹോ, എങ്കിൽ ശരി. അയാൾ അവൾക്ക് നേരെ എതിർവശത്തായി വന്നു നിന്നു. അയാളുടെ നിശ്വാസം അവളുടെ മൂർധാവിൽ തട്ടി. നിന്ന നിൽപ്പിൽ അയാൾ രണ്ട് കൈകളും അവളുടെ നെറ്റിക്കിരുവശുമായി പിടിച്ച് തള്ളവിരലുകൾ അവളുടെ കണ്ണുകൾക്ക് നടുവിലായി പതിയെ അമർത്തി. ഇനി ഞാൻ പറയുന്നത് എൻ്റെ മോൾ അനുസരിക്കുമോ?
അവളൊരു മോഹനിദ്രയിലായി കഴിഞ്ഞു. തല ബലം നഷ്ടപ്പെട്ട് പുറകോട്ട് ചിരിഞ്ഞു. എങ്കിൽ മുകളിലേക്ക് ചെന്ന് ഒരു ബാഗ് എടുത്ത് പാക്കിംഗ് തുടങ്ങിക്കോളൂ. അടുത്തു തന്നെ നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്, ഒരു ദൂരദേശത്തേക്ക്. ഓക്കെ പപ്പ. പതിയെ മന്ത്രിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. തുടർന്ന് അയാൾ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് 2 വലിയ സൂചികളെടുത്തു. മാഗി മന്ത്രിച്ചുകൊണ്ട് അയാൾ വീൽചെയറിന് മുൻപിൽ മുട്ടുകുത്തി. എനിക്ക് വേറെ വഴിയില്ല. നമ്മുടെ മോളെ അയാൾ കൊല്ലണം അവനെ. മാർഗരറ്റിന്റെ സ്വരം ഉറച്ചതായിരുന്നു. ഒരു ദയയും കാണിക്കണ്ട. ഇവിടെ കയറി വന്നിരുന്നു അവൻ. എന്റെ കേൾക്കെയാണവൻ സ്റ്റെല്ലയെ വിളിച്ചത്. നാളെ 11 മണിക്ക് അവന്റെ കൂടെ ചെല്ലാൻ. അവർ പല്ലുഞിരിച്ചു. നെയ്ത്തുകാർ ഉപയോഗിക്കുന്ന തരം സൂചികൾ അയാൾ അവരെ ഏൽപ്പിച്ചു. ഒപ്പം ചണനൂലിന്റെ ഒരു വലിയ കെട്ടും. എന്താ വേണ്ടതെന്നറിയാമല്ലോ? അയാൾ ചോദിച്ചു. നാളെ രാവിലെ കാണാം. അവർ വീൽചെയർ തിരിച്ച് തന്റെ റൂമിലേക്ക് പോയി. ഈ സമയം മുകളിലെ നിലയിൽ ആകെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു സ്റ്റെല്ല. ബോധം തിരിച്ചു കിട്ടിയിരുന്നു. പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല അവൾക്ക്. ട്രക്കിൽ നിന്നിറങ്ങിയതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ ഒരു നേരിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. പപ്പ അവസാനം പറഞ്ഞ കാര്യങ്ങളും ഓർമ്മയിലുണ്ട്. ഒരു ബാഗ് എടുത്ത് പാക്ക് ചെയ്യാൻ. പക്ഷേ കുറേ നേരമായി ഒരു ബാഗും കയ്യിൽ പിടിച്ച് ഇതികർത്തവ്യാമൂഢയായി നിൽക്കുകയാണവൾ. എന്തോ ഒന്ന് ഇടയ്ക്ക് മിസ്സായെന്ന് അവൾക്കറിയാം. പക്ഷേ മനസ്സിലാക്കാനാവുന്നില്ല. അപ്പോൾ വാതിലിൽ മൃദുവായി തട്ടുന്ന ശബ്ദം കേട്ടു. സ്റ്റെല്ല, പപ്പയാണ്, അകത്തേക്ക് വരട്ടെ? യെസ്. അവൾ യാന്ത്രികമെന്നോണം അനുവാദം കൊടുത്തു. അകത്തേക്ക് കയറിയ വാൾട്ടർ അവളുടെ നിൽപ്പ് കണ്ട് ഒന്ന് അമ്പരന്നു. എനിക്ക് നിന്റെ ആ ക്യാമറ ഒന്ന് വേണം, നാളെ തിരിച്ചു തരാം. അവൾ സ്റ്റഡി ടേബിളിന് മുകളിലേക്ക് വിരൽ ചൂണ്ടി. മോൾക്ക് സുഖമില്ലേ? അയാൾ അവളുടെ നെറ്റിയിൽ തൊട്ടുനോക്കി. എനിക്കെന്തോ ഒരു ഭയം പോലെ പപ്പ. എന്തോ ഒരു അപകടം വരാനിരിക്കുന്ന പോലെ. ഒന്നുമില്ല, മോൾ ഉറങ്ങിക്കോ. ആ ടിക്കറ്റ്സ് സൂക്ഷിച്ചു വെച്ചില്ലേ? അതും ആ ടേബിളിന് മുകളിലുണ്ട്. അവൾ വീണ്ടും വിരൽ ചൂണ്ടി. അവൾ ഇപ്പോഴും ചെറിയൊരു മയക്കത്തിലാണെന്ന് അയാൾക്ക് മനസ്സിലായി. മോളെന്തെങ്കിലും കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങിക്കോളൂ. നമ്മൾ നാളെ വൈകിട്ട് യാത്ര തിരിക്കുകയാണ്. വളരെ ലോങ് ഫ്ലൈറ്റാണ്. മാക്സിമം റെസ്റ്റ് എടുക്കും. അയാൾ തിരിഞ്ഞ് വാതിലിലേക്ക് നടന്നു. പപ്പ, അവൾ പുറകിൽ നിന്ന് വിളിച്ചു. എവിടേക്കാ പപ്പ ട്രിപ്പ്? ഞാൻ ആ ടിക്കറ്റ്സ് തുറന്നു നോക്കിയില്ല. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ദൈവത്തിന്റെ സ്വന്തം നാട്. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര.